ഭഗ്നാശസ്യ കരണ്ഡപിണ്ഡിതതനോർമ്ലാനേന്ദ്രിയസ്യ ക്ഷുധാ കൃത്വാ കുർവിവരം സ്വയം നിപതിതോ നക്തം മുഖേ ഭോഗിനഃ തിത്തസ്ഥൽ പിശിതേന സത്തരമസോ തേനൈവ യാതപഥാ സ്വസ്ഥാ തിഷ്ഠത ദൈവമേവ ഹി പരം വൃദ്ധൗ ക്ഷയേ കാരണം. നമസ്കാരം. പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഭർതൃഹരിയുടെ നീതി സുഭാഷിതത്തിൽ ദൈവപദ്ധതിയിൽ ഓരോ പദ്ധതികളായിട്ടാണ് 10 ശ്ലോകം. ദൈവപദ്ധതിയിൽ ദൈവാധീനമാണ് ലോകം മുഴുവൻ കാണിക്കുന്ന 10 ശ്ലോകത്തെയാണ് ദൈവപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ദൈവാധീനമാണ് ഈ ലോകത്തിലെ എല്ലാ സംഗതികളും. ആ 10 ശ്ലോകം അങ്ങനെ ആ ഒരു പോയിൻ്റ് വെച്ചിട്ടാവും പറയുക ദൈവപദ്ധതി. രണ്ടാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഇതിലെന്താണ് പൊതുവേ ദൈവപദ്ധതികളിലൊക്കെ ശ്ലോകങ്ങളിൽ കൂടെ സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ, പ്രപഞ്ചത്തിൽ എല്ലാതും ദൈവത്തിന് അധീനമാണ്. ദൈവാധീനം ജഗൽ സർവം എന്ന് വേറെ എവിടെയോ പറയുന്നുണ്ട്. അതിനൊരു ഉദാഹരണ സഹിതം ഇവിടെ സമർത്ഥിച്ചു എന്ന് മാത്രം. ഭഗ്നാശസ്യ കരണ്ഡപിണ്ഡിതതനോർ, ഒരു പാമ്പ് എങ്ങനെയൊക്കെയോ ഒരു പെട്ടിക്കകത്ത് പെട്ടു. എങ്ങനെ പെട്ടെന്ന് ചോദ്യമൊന്നുമില്ല, പെട്ടു. പുറത്തേക്ക് വരാൻ നിവൃത്തിയില്ലാണ്ട് അതിൽ കുടുങ്ങിയിരിക്കുക. വഴി അറിയില്ല. ഈ പാമ്പിന് അങ്ങനെ പ്രത്യേകം ഏതിയ വന്നതെന്ന് അറിയില്ല അത്ര. വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയ ആ വഴി അതിന് ഓർമ്മയുണ്ടാവില്ല എന്നാണ്. അതുകൊണ്ടാണ് തിരിച്ചു പോകാൻ പറ്റാണ്ട് അതിയും ഇന്ത്യയും ചിറ്റണത്. അങ്ങനെ ഒടുവിൽ നിരാശ പൂണ്ട് കിടക്കുകയാണ്. കരണ്ഡപിണ്ഡിതതനോർ, ചുരുണ്ട ശരീരത്തോടു കൂടി, പുറത്തേക്ക് കിടക്കാൻ പറ്റാണ്ട് ഇനി രക്ഷ കിട്ടില്ല എന്നുള്ള ഭാവേന ചുരുണ്ട ശരീരത്തോടു കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷീണിക്കാൻ തുടങ്ങി. ഭക്ഷണമില്ലാണ്ട് എത്ര കിടന്ന് നിശ്ചയില്ല. മ്ലാനേന്ദ്രിയസ്യ ക്ഷുധ, വിശപ്പണച്ചാൽ നല്ലോണം ഉണ്ട്. ഒന്നും തിന്നാനും കിട്ടണില്ല. ഈ പെട്ടിക്കകത്ത് കൂടെ വഴി നിശ്ചയില്ല പുറത്തേക്ക് കിടക്കാൻ. നമ്മുടെയൊക്കെ അവസ്ഥ തന്നെയാണ് ശരിക്കും. അങ്ങനെ കിടക്കണ സമയത്ത് എന്തുണ്ടായി? കൃത്വ ആകുർ വിവരം സ്വയം നിപതിതോ, ഒരു എലി, കാർഡ്ബോർഡ് പെട്ടി ആയിരിക്കണം, മെല്ലെ കരണ്ട് ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഈ എലിയെ കിട്ടിയപ്പോൾ പാമ്പിന് എന്തായി? സമാധാനമായി, അല്ലേ? വിശപ്പ് തീർന്നു. അതിനെ ആഹാരമാക്കി തൃപ്തസ്ഥൽ പിശിതേന, അതിനെ ആഹാരമാക്കിക്കൊണ്ട് തൃപ്തനായി. മാത്രമല്ല ഈ എലി തെറ്റിച്ച ദ്വാരത്തിൽ കൂടെ പുറത്ത് കിടക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ സത്വരമസോ തേനേവ യാതപഥ, വഴി കണ്ടു, വഴി കണ്ടുപിടിക്കപ്പെട്ടു. വഴി സ്വയം അതിന് ഉണ്ടായി, സ്വയം അതിന് സൃഷ്ടമായി കിട്ടി, ലഭിച്ചു. എന്നിട്ടോ ഇവിടെ പറയണ സ്വസ്ഥാ തിഷ്ഠത ദൈവമേവ ഹി പരം വൃദ്ധോ ക്ഷയേ കാരണം. ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? ശരിക്ക് ആ പാമ്പിന് ഒരു രക്ഷയില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എലിയാണ് കരണ്ടിട്ട് ദ്വാരത്തിൽ കൂടെ പ്രവേശിച്ചത്. അതോടുകൂടിയിട്ട് പാമ്പ് പ്രയത്നിക്കാതെ വഴിയും കിട്ടി, ആഹാരവും കിട്ടി. എലിയാണെച്ചാലോ കുടുങ്ങും ചെയ്തു. ആദ്യത്തിൽ എലി അവിടെ കുടുങ്ങേണ്ട സാധനമല്ല. അഥവാ പെട്ടിയുടെ ഉള്ളിൽ പെട്ടാലും വേറെ വഴി ഉണ്ടാക്കിയിട്ട് അതിന് പുറത്ത് കിടക്കാം, ഇല്ലേ? പക്ഷേ അത് ഇവിടെ നടന്നില്ല. എന്താ കാരണം? ദൈവോ, എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് ദൈവമാണ്. ഇത് പ്രഹ്ലാദനും തൻ്റെ ഉപദേശത്തിൽ എവിടെയോ പറയുന്നുണ്ട്, യഥാ ദുഃഖമയത്നത തത്പ്രയാസോ ന കർത്തവ്യോ എന്നാണ്. കുട്ടികളെ, ഈ സുഖത്തിന് വേണ്ടി നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കും, ഇല്ലേ? അന്വേഷിച്ച് നടന്ന് പലവിധ മാർഗങ്ങൾ ആരാഞ്ഞ് ഒടുവിൽ ഒന്നും കിട്ടാതെ ഇരിക്കാം, കിട്ടിയെന്നും വരാം. ഇവരൊന്നും അറിയണില്ല പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദൈവനിശ്ചയമാണ് എന്ന്. എത്രയോ ജീവികൾ ഇവിടെ ജീവിക്കണം, ഇല്ലേ? ഇവരൊക്കെ എന്ത് പ്ലാൻ ചെയ്തിട്ടാണ് അവർക്കുള്ള ആഹാരം കിട്ടുന്നത്? അത് ദൈവവശാൽ അവർക്ക് കിട്ടുകയാണ്. ജീവികളുടെ കാര്യം വിടൂ. മനുഷ്യന്മാർ
അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നുണ്ട്. അവർ അപ്ലൈ ചെയ്ത ജോലിയാണോ പലർക്കും കിട്ടുന്നത്? അവർ പഠിച്ച ജോലിയാണോ പലർക്കും ചെയ്യേണ്ടി വരുന്നത്? ഇല്ലേ? ഒന്ന് പഠിക്കണു ഡ്രൈവറാവും, ഡ്രൈവർ പഠിച്ചവർ ഡ്രൈവറല്ല ആവണത്. അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാവില്ല പലപ്പോഴും വന്നു ചേരുക. എത്രയോ ആൾക്കാർ പരിശ്രമിച്ചിട്ടൊന്നും ആവാണ്ടേ ആവണു. എത്രയോ പരിശ്രമിക്കാത്ത ആൾക്കാർക്ക് എല്ലാ സുഖസൗകര്യങ്ങളും വന്നു ചേരും ചെയ്യണു. അപ്പോൾ ആരാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത്? ദൈവം. അതുകൊണ്ട് ഇത് കാര്യം മനസ്സിലാക്കി നിങ്ങൾ ആവശ്യമില്ലാത്ത വേവലാതി മനസ്സിൽ കൊണ്ട് നടക്കണ്ട. അതിൻ്റെ കാരണം ദുഃഖം നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടാണോ വരണത്? അല്ലല്ലോ. ഒരു തലവേദന വരാൻ എന്താ മാർഗം? ആരെങ്കിലും ചിന്തിക്കലുണ്ടോ? പക്ഷെ അത് കൃത്യത്തിന് ചിലപ്പോൾ വരുന്നുണ്ട്. അല്ലേ? ഒരു ആക്സിഡൻറ്റ് വരണം, ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? വേറെ ഏതെങ്കിലും രോഗം ആരെങ്കിലും വിചാരിച്ചിട്ടാണോ വരുന്നത്? യഥാ ദുഃഖം യത്നിക്കാതെ ദുഃഖങ്ങൾ വരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചതാണ് വരേണ്ടതെങ്കിൽ ആർക്കും തന്നെ ഈ ലോകത്തിൽ ദുഃഖം ഉണ്ടാവില്ല. കാരണം ആരെങ്കിലും ദുഃഖം ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല പലതും വരുന്നത്. അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയിൽ. ഭാഗ്യമുണ്ടെങ്കിൽ എവിടെയും ആർക്കും രക്ഷപ്പെടാം. അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിട്ടും കാര്യമില്ല. തക്ഷകം കടിച്ച് മരിക്കുമെന്ന ശാപം കിട്ടിയപ്പോൾ 7 നില മാളിക ഉണ്ടാക്കി പരീക്ഷിച്ചതിൻ്റെ മുകളിൽ ഇരുന്നു എന്നാണ് ദേവി ഭാഗവതത്തിൽ പറയണത്. അത് നമ്മുടെ ഭാഗവതത്തിൽ അങ്ങനെ പറയണില്ല. തിങ്ങാതീരത്ത് പോയിട്ട് ശുഗമഹർഷിയിൽ നിന്ന് കേട്ടു എന്നേ പറയുള്ളൂ. ഈ 7 നില മാളികയുള്ളതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടും ആരോ വിപ്രന്മാർ കുറച്ച് പഴം കൊണ്ടേ കൊടുത്തു. ആ പഴത്തിൽ ഒരു പുഴുവായിട്ട് തക്ഷകം കയറി കൂടി പരീക്ഷത്തിനെ കടിച്ചു കൊന്നു. എന്തിനാണ് ഈ കഥ? ദൈവനിശ്ചയം നടന്നിരിക്കും, അതേ നടക്കൂ എന്ന് പഠിപ്പിക്കാനാണ് കഥയുടെ ഒരു ഉദ്ദേശം. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ലോകത്തിലത്തെ പല കാര്യങ്ങളും. അപ്പം അതിലൊക്കെയും നമ്മൾ പിൻബലമായിട്ട് ഈശ്വരനെ ആശ്രയിക്കുക. സുഖമായാലും ദുഃഖമായാലും തരണം ചെയ്യുക. തരണം ചെയ്യാനുള്ളതായ മനസാന്നിധ്യം ഉണ്ടാക്കുക മാത്രമേ മനുഷ്യന് കരണീയമായിട്ടുള്ളൂ. ദൈവനിശ്ചയമാണ് ഒരുത്തൻ്റെ സുഖവും ദുഃഖവും. വൃദ്ധൗ ക്ഷയേ കാരണം. വൃദ്ധം എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി, ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം. അഭിവൃദ്ധി ആവട്ടെ നാശമാവട്ടെ രണ്ടിനും കാരണം ദൈവമേവഹി പരം, ദൈവമാണ് എന്നാണ് എലിയുടെയും പാമ്പിൻ്റെയും ഉദാഹരണത്തിൽ. രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്ത പാമ്പിന് രക്ഷ കിട്ടി, എലി അതിൻ്റെ വായെ പോയിട്ട് പെടും ചെയ്തു. കണ്ടോ? എല്ലാറ്റിനും ദൈവനിശ്ചയം എന്നൊന്നുണ്ട് എന്നിവിടെ ഭർതൃഹരി സൂചിപ്പിക്കുകയാണ് ശ്ലോകത്തിൽ കൂടെ. ഭഗ്നാശസ്യ കരണ്ഡപിണ്ഡിതതനോർമ്ലാനേന്ദ്രിയസ്യ ക്ഷുധാ കൃത്വാ കുർവിവരം സ്വയം നിപതിതോ മക്തം മുഖേ ഭോഗിന തൃപ്തത്തൽപിഷിതേന സത്വരമസോ തേനൈവ യാതപഥാ ത്വത്താം തിഷ്ഠത ദൈവമേവ ഹി പരം വൃദ്ധൗ ക്ഷയേ കാരണം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.